പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, യൗവനം അല്ലാഹുവിന്റെ ദീനിന് വേണ്ടിയുള്ളതാണ്. നമ്മുടെ ജീവിതം, നമ്മുടെ ഈ ഒരു ജീവിതമുണ്ടല്ലോ, രണ്ട് മക്കളെ ജനിപ്പിക്കാനും അവരെ പഠിപ്പിക്കാനും അവരെ കെട്ടിക്കാനും പിന്നെ കാലം നീട്ടി കബറിൽ പോകാനും അല്ല. നമ്മളെല്ലാം ഇന്ന് ജീവിതത്തെ നിർവചിച്ചു പോയതങ്ങനാണ്. ജീവിതം എന്ന് പറഞ്ഞാൽ 25 വയസ്സ് വരെ തുള്ളിച്ചാടി നടക്കണം, പിന്നൊരു കല്യാണം കഴിക്കണം, എങ്ങനെങ്കിലും 2 മക്കളാകണം, അവരെ പഠിപ്പിക്കണം, അവരെ കെട്ടിക്കണം, പിന്നെ അല്ലാഹ് പള്ളിക്കാട്ടിലേക്ക് പോകണം. ഇത് മാത്രമല്ലേ നമ്മുടെ ജീവിതത്തിൽ നിന്ന് അജണ്ടയുള്ളൂ? മാറണം. അത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാണ്. നമുക്കിവിടെ ഒരുപാട് ചെയ്യാനുണ്ട്. രാത്രികൾ ഉറങ്ങി തീർക്കാനുള്ളതല്ല, പകലുകൾ കറങ്ങി തീർക്കാനുള്ളതല്ല. അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി ഒരുപാട് ചെയ്യേണ്ട കാലമാണ്. എന്റെ ചെറുപ്പക്കാരെ, ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ കരട് പറിച്ച് അതാ ചവച്ചു തുപ്പിയെറിയുന്ന ഉഹദിന്റെ രണാങ്കണത്തോട് നമുക്കൊരു കടപ്പാടില്ലേ മോനെ? മണവറയിൽ നിന്ന് പരിശുദ്ധരായ നബിതങ്ങളുടെ സ്വരം കേട്ടിറങ്ങി വന്ന ഹംസ റളിയല്ലാഹു അൻഹുവിനോട് നമുക്കൊരു കടപ്പാടില്ലേ മോനെ? മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹുവിനോട് നമുക്കൊരു ബാധ്യതയില്ലേ മോനെ? ഇവിടെ കള്ളുകുടിയും വെള്ളുപിടിയും വ്യഭിചാരവുമായി നടക്കുന്ന യൗവനങ്ങളെ തിരുത്തേണ്ടതാരാണ്? അല്ലാഹുവിന്റെ ഹബീബ് സാധാരണക്കാരനാണ് മോരിയിടുന്ന മതപരിഷ്കരണവാദികളുടെ വിദണ്ഡവാദങ്ങളുടെ കോട്ടകൊത്തളങ്ങളെ തട്ടിത്തെറിപ്പിച്ചിട്ട് തൗഹീദ് സ്ഥിരപ്പെടുത്തേണ്ടതാരാണ്? അരുതായ്മയുടെ ആഴിയിൽ കിടന്നിട്ട് ലോകത്തെ മുഴുവനും അപകടത്തിലേക്ക് കൊണ്ടുപോകുന്ന നഷ്ടയൗവനങ്ങളെ തിരുത്തി കൊണ്ടുവരേണ്ടതാരാണ്? ഇത് സ്നേഹത്തിന്റെ പ്രപഞ്ചമാണ്. ഇത് ധർമ്മ വിപ്ലവത്തിന്റെ ആയുധമേറ്റെടുക്കേണ്ട സമരഭൂമിയാണ്. നാളെ മുതൽ വിശ്രമിക്കാനല്ല, പരിശ്രമിക്കാനാണ്. അത് അല്ലാഹുവിന്റെ ദീനിനു വേണ്ടിയാണ്. തിരുത്തുവാനുള്ളൊരു യുവതലമുറ രൂപപ്പെടാനുള്ള സ്നേഹലോകമാണിത്. നമുക്ക് നേരം വെളുക്കും വരെ കിടന്നുറങ്ങാൻ പറ്റൂല. നമുക്കിവിടെ ആളുകൾ ചെയ്യുന്ന അരുതായ്മകളുടെ മുമ്പിൽ കണ്ണടച്ച് നീങ്ങാൻ പറ്റൂല. മോനെ, എന്നെയും നിന്നെയും പൊതിഞ്ഞുകൊണ്ടുപോയി നാളെ പള്ളിക്കാട്ടിൽ വെക്കുമ്പോ ഹംസ റളിയല്ലാഹു അൻഹുവിന് സാക്ഷിയായ ഒരു അന്തരീക്ഷമുണ്ടിവിടെ. ഹല്ലലത്ത് ബിൻ അബീ ആമിർ തങ്ങൾക്ക് സാക്ഷിയായ ഒരു ആകാശമുണ്ടിവിടെ. ജഅഫർ തയ്യാറിന് സാക്ഷിയായ ഒരു സൂര്യനുണ്ടിവിടെ. കണ്ടില്ലയോ തൽഹത്ത് ബിൻ ഉബൈദില്ലാഹിയെ കണ്ടൊരു ചന്ദ്രനുണ്ടിവിടെ. അതിന്റെ മുമ്പിലൂടെ എന്റെയും നിന്റെയും ജനാസ കൊണ്ടുപോകുമ്പോ അവരെ പോലെ ജീവൻ കൊടുത്തില്ലെങ്കിലും, അവരെ പോലെ വിരിമാറ് കീറിയില്ലെങ്കിലും, നമ്മളെ കൊണ്ട് ഹിദായത്തിന്റെ ചെറിയൊരു കർമ്മമെങ്കിലും ചെയ്തത് വേണ്ടേ മോനെ? ഇന്നത്തെ ഏറ്റവും വലിയ സേവനം സുന്നത്ത് ജമാഅത്തിന് വേണ്ടിയുള്ള പ്രവർത്തനമാണ്. പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, യൗവനം അല്ലാഹുവിന്റെ ദീനിന് വേണ്ടിയുള്ള